എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മകേരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. മകേരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Sun card, 9 of Swords, King of Cups, 8 of Wands, 5 of Wands, Knight of Wands. ആദ്യം തന്നെ സൺ ആൻഡ് 5 of Wands എനർജിയാണ്. ഈ ഒരു മാസം നിങ്ങൾ പൊതുവെ നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസം ഉള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണപ്പെടുന്നുണ്ട്. ജോലിയിലായാലും മറ്റ് പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്തൊരു സിറ്റുവേഷൻ എന്തൊരു സാഹചര്യം ഉണ്ടായാലും അതിൽ നിന്ന് ഒളിച്ചോടാതെ, മാറി നിൽക്കാതെ, അല്ലെങ്കിൽ ഏതും സഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ലാതെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു എന്തെങ്കിലും ഒരു ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, ന്യായമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന, പ്രതികരിക്കുന്ന ഒക്കെ ചെയ്യുന്നൊരു സമയമാണ് ഈ ഒരു മാസം. നിങ്ങളുടെ ഇപ്പോൾ പൊളിറ്റിക്സിലൊക്കെ ഉള്ളവരാണ്, രാഷ്ട്രീയത്തിലുള്ളവരാണ് എങ്കിൽ പൊളിറ്റിക്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല ഉയർച്ച നൽകുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഒരു ഫേസിൽ നിന്ന് മറ്റൊരു ഫേസിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ബ്യൂട്ടിഫുൾ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് എങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈ നമ്മൾ ആ ഒരു പുഴുവിൽ നിന്നും പൂമ്പാറ്റയിലേക്കുള്ള മാറ്റമാണ്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ വലിയൊരു മാറ്റം എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ജോലിയിലായിരിക്കും, മറ്റൊരു ഇടത്ത് പേഴ്സണൽ ലൈഫിലായിരിക്കും, പല പല മേഖലകളിൽ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ജോലിയും വിദ്യാഭ്യാസ കാര്യം, അല്ലെങ്കിൽ സമ്പത്ത്, അതുപോലെ കുടുംബജീവിതം, എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആ ഒരു മാറ്റത്തെ നിങ്ങൾ വളരെയധികം പക്വതയോട് കൂടിയിട്ട് നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ഫിനാൻഷ്യലി വളരെയധികം ഉയർച്ച ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഉയർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ്, അതായത് ഉദാരശീലരായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ത് കൊച്ചു കാര്യം, അതായത് നിങ്ങൾ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ദൂരത്തല്ല, പക്ഷേ എന്തിനും ചില ആളുകൾ നിങ്ങളെ മുതലെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിലാണെങ്കിലും നിങ്ങൾ മൂത്ത മകനോ മകളോ ആണെങ്കിൽ നിങ്ങളാണെല്ലാം ഉത്തരവാദിത്വം എല്ലാം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് പലതും നിങ്ങളായിരിക്കും ചെയ്യുന്നത്, പല കാര്യങ്ങളും ചിലവാക്കുന്നത് നിങ്ങളായിരിക്കും. അല്ലെങ്കിൽ മറ്റാളുകൾ എന്തെങ്കിലും പൈസ ചെറിയ രീതിയിൽ കുറച്ച് പൈസ കടം ചോദിക്കും, അത് കഴിഞ്ഞ് അവരത് മറന്നു പോകും, നിങ്ങൾക്ക് ചോദിക്കാൻ മടിയായിരിക്കും. അങ്ങനെ പലരും നിങ്ങളെ പല കാര്യങ്ങളിലും മുതലെടുക്കുന്നതൊക്കെ നിങ്ങൾ ഒരു ഉറച്ച തീരുമാനത്തിലും ഒരു ആത്മവിശ്വാസത്തിലും വരുന്ന സാഹചര്യമാണ്. അനാവശ്യമായിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധിക്കണമെങ്കിൽ അവരധ്വാനിച്ച് മുന്നോട്ടേക്ക് വരണം എന്നുള്ളൊരു കാര്യം തുറന്നു പറയാനൊരു മടിയുമില്ലാതെ അനാവശ്യമായിട്ട് ആർക്കും വെറുതെ ഒന്നും കൊടുക്കുന്നില്ല. ഈ ലോകത്തിൽ ദർ ഇസ് നോ ഫ്രീ ലഞ്ച്, വെറുതെ ഒന്നും കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. പലർക്കും നിങ്ങളുടെ ആ ഒരു രീതിയും സ്വഭാവവും അത്ഭുതമായിരിക്കും, പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ളതാണ്. പിന്നീട് ആരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല എന്നുള്ളത്. 9 of Swords and 8 of Wands എനർജിയാണ്. പലരെയും സംബന്ധിച്ചിട്ട് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഒരു അതിജീവനത്തിൻ്റെ ഒരു സമയമാണ്. ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്, ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, ഇതൊക്കെ നിങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾ തന്നിരുന്നു. നിങ്ങളുടെ പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി, സ്ട്രെസ്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാറിക്കിട്ടുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയാം. അതേപോലെ യാത്രകളുടെ ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത്. പൊതുവിൽ യാത്രകൾക്ക് പറ്റിയൊരു സമയമാണ്. നിങ്ങൾ യാത്രകൾ നടത്തുന്നു, ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. സ്പീഡാണ്, അതായത് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. സ്പീഡെന്ന് പറയുമ്പോൾ തന്നെ യാത്രയാണ്, ഫ്ലൈറ്റ് യാത്രയാണ്. അപ്പോൾ അതുപോലെയുള്ള യാത്രകൾ, ദൂരദേശത്തേക്കുള്ള യാത്രകളും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട്
അപ്പോൾ ചിലപ്പോൾ വീക്കെൻഡിൽ മിക്കവാറും ട്രിപ്പൊക്കെ പോവുക, അല്ലെങ്കിൽ ദൂരത്തേക്കുള്ള യാത്ര, 1-2 ആഴ്ചത്തെ യാത്ര, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങൾ സ്റ്റക്കായിരുന്നിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു മുന്നേറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു നിങ്ങളൊന്ന് ജീവിതം ഒന്ന് ആസ്വദിക്കാൻ തുടങ്ങുകയാണ് എന്നുള്ളതാണ്. ജീവിതം ഇങ്ങനെ വെറുതെ ജീവിച്ചു തീർക്കേണ്ടതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. 9 ഓഫ് സോർട്സ് ആൻഡ് നൈറ്റ് ഓഫ് വൺസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച്, അതായത് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, അതായത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. അതായത് പൊതുവേ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഇപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പറയും പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി ഇന്ന വഴിപാടുകൾ കാര്യങ്ങൾ, പഠിച്ചു കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാർക്ക് കിട്ടുന്നുണ്ടാവാം. ഇന്ന സ്ഥാനം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്തിട്ട് ബാക്കി ദൈവത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം നിങ്ങൾ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി, പക്ഷെ പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല, എന്നിട്ട് ജയം, അപ്പോൾ നമ്മൾ പറയും എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കുക എന്നുള്ളത്. ആ രീതിയിൽ നോക്കിയാൽ നടക്കില്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പറ്റുന്നുണ്ട്. വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠനത്തിൽ മികവ് കാണിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല സമ്പ്രദായങ്ങളും പല രീതികളിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അത് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് ജീവിതത്തിൽ. നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻകം സോഴ്സ്, സാമ്പത്തികമായിട്ട് വരുമാനം നൽകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും പാർട്ട് ടൈമായിട്ട് ചില ജോലികളൊക്കെ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. അതല്ലാതെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ സൈഡ് ബിസിനസ്സോ മറ്റു രീതിയിലൊക്കെ ഉയർച്ച ഉണ്ടാകുന്ന സാഹചര്യവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആൻഡ് 5 ഓഫ് വൺസ് എനർജിയാണ്. ഇവിടെ പലർക്കും ഈ ഒരു മാസം എന്ന് പറഞ്ഞ ഒരു പ്രതികാരം എന്നൊക്കെ നമ്മൾ പറയാം, പ്രതികാരത്തിൻ്റെ സമയമാണെന്ന് പറയാം. കാരണം നിങ്ങളെ പുച്ഛിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുള്ളവർ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ആയിരിക്കാം. ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ, നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ, സമ്പത്ത് ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ നിങ്ങൾ എന്താണെന്ന് തെളിയിക്കാൻ പറ്റിയ സമയം കാര്യങ്ങൾ വരുന്നുണ്ട്. ജോലി ഇല്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നുണ്ട്, ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ നല്ല ഉയർന്ന പൊസിഷനിലുള്ള ഒരു ജോലി ലഭിക്കുന്നു എന്നുള്ളതാവാം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് നിങ്ങൾ ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യമാവാം. കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിലാണ് പോകുന്നത് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത്, അപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്നിട്ടുള്ള ഈ പറയുന്ന ബന്ധുക്കളോ മറ്റുള്ളവരോ നിങ്ങളെ തേടി വരിക, അല്ലെങ്കിൽ നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലരും സഹായത്തിന് വരുമ്പോൾ അവരതിന് അർഹതപ്പെട്ടതാണോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നിങ്ങൾ ആ വ്യക്തികളുടെ മുമ്പിൽ ആൾ കാണിക്കാൻ വേണ്ടിയിട്ടോ, എനിക്ക് കഴിയുമെന്ന് കാണിക്കാനോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമുണ്ടെന്ന് കാണിക്കാനോ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ അവർ അർഹിക്കുന്നില്ല, വെറുതെ കാശ് കിട്ടിയാൽ കൊള്ളാം എന്ന ചിന്തയിലാണോ വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് പണം ചിലവാക്കുക. വെറുതെ അവരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു റിവെഞ്ച് പോലത്തെ സാഹചര്യം വരുന്നുണ്ട്. അതേപോലെ 9 ഓഫ് സോർട്സ് ആൻഡ് 5 ഓഫ് വൺസ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളെ അലട്ടിയിരുന്ന വലിയൊരു പ്രശ്നം, അതിനെ നിങ്ങൾ ഒഴിവാക്കുകയാണ്. ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന വലിയ പ്രശ്നം ഒഴിവാകുന്നുണ്ട്. അത് ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യമായിരിക്കാം. നിങ്ങളെ അടുത്തിടയ്ക്കായിട്ട് ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം, അത് ഫൈനലി നിങ്ങൾ ഒഴിവാക്കുന്ന ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന വളരെ തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തോ പഠിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ആയിരിക്കണം എന്നില്ല. നിങ്ങൾ വീട്ടമ്മമാരോ അല്ലെങ്കിൽ പ്രായമായിട്ട് റിട്ടയറീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആവാം. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അതിപ്പോൾ കലാപരമായിട്ടുള്ളത്, എന്തെങ്കിലും നിറ്റിങ്, സ്റ്റിച്ചിങ്, ക്രോഷ്യ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിത്രരചന, മറ്റെന്തെങ്കിലും തരത്തിലൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്. അത് ഒരു ബിസിനസ് ആക്കാൻ പറ്റുന്ന തരത്തിൽ, ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യുക, വസ്ത്രങ്ങളിൽ, അതേപോലെ മറ്റെന്തെങ്കിലും തരത്തിൽ ബേക്കിംഗ്, അതുപോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്.
പിന്നീട് നിങ്ങൾക്കത് വരുമാനമാർഗ്ഗമാവാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.